വ്യാഴം ഉച്ചനായിട്ട് നിൽക്കുന്ന കർക്കിടകത്തിൻ്റെ വ്യാഴത്തിൻ്റെ നീചരാശി എന്ന് പറയുന്നത് മകരമാണ്. മകരം ശനിയുടേതാണ്. അപ്പോൾ ഈ ശനി ചന്ദ്രൻ്റെ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ ചന്ദ്രൻ്റെ 1, 4, 7, 10 വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നീചഭംഗം വന്നു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നീചഭംഗ രാജയോഗം ഈ ജാതകന് അനുഭവയോഗിയാണ്. പഞ്ചമഹായോഗങ്ങൾ സർ, എന്താണ് പഞ്ചമഹായോഗം? പലരും പല വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓൾമോസ്റ്റ് എല്ലാവരുടെയും ജീവിതത്തിൽ ഈ പറയുന്ന യോഗങ്ങളുണ്ട്. പലർക്കും അത് എന്താ പറയുക, അനുഭവിക്കാനുള്ളൊരു യോഗമില്ല എന്ന് പറയുന്നുണ്ട്. വളരെ ശരിയാണ്. ആദ്യം യോഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതകത്തിലെ ചില ഭാഗങ്ങളിൽ ചില ഗ്രഹങ്ങളുടെ പ്രത്യേക ബന്ധങ്ങളും ഭാവബലങ്ങളും കൂടിയിട്ടുള്ള ഒരു സ്ഥിതിയാണ് നമ്മൾ യോഗം എന്ന് പറയുന്നത്. ആ യോഗങ്ങൾ തന്നെ നമ്മൾ പ്രധാനമായിട്ടും പഞ്ചമഹായോഗങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പഞ്ചമഹാഗ്രഹങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ചൊവ്വ അല്ലെങ്കിൽ കുജൻ, ബുധൻ, വ്യാഴം അല്ലെങ്കിൽ ഗുരു, ശുക്രൻ, ശനി. ഈ 5 ഗ്രഹങ്ങളിൽ നിന്ന് കൊണ്ടാണ് ഈ പഞ്ചമഹാഗ്രഹ യോഗങ്ങൾ എന്ന് പറയുന്നത് വരുന്നത്. ഈ യോഗങ്ങൾ വരുന്നത് ഇത് ലഗ്നത്തിലോ സ്വക്ഷേത്രത്തിലോ നിൽക്കുകയും ആ ഭാവം ലഗ്നത്തിൻ്റെ കേന്ദ്രത്തിൽ 1, 4, 7, 10 രാശികളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പഞ്ചമഹായോഗങ്ങൾ വരാം എന്നാണ് പറയുന്നത്. അതിൽ തന്നെ ഈ ആദ്യത്തെ യോഗം എന്ന് പറഞ്ഞത് ചൊവ്വയെ കൊണ്ടുള്ള കുജനെ കൊണ്ടുള്ള യോഗം, അതാണ് രുചികയോഗം. രുചികയോഗത്തിൽ പറയുന്നത് ഐശ്വര്യം, ബലമുള്ള ശരീരം, സ്വഭാവ ഗുണം, ദാനശീലം. ഇതൊക്കെയാണ് ഈ ചൊവ്വയെ കൊണ്ട് പറയുന്ന പ്രധാനപ്പെട്ട യോഗങ്ങളിൽ നമുക്ക് കാണാവുന്നത്. അതേമാതിരി ഇനി ബുധനെ കൊണ്ടുള്ള യോഗം എന്ന് പറയുമ്പോൾ രുദ്രയോഗം. രുദ്രയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുധൻ എന്ന് പറഞ്ഞാൽ തന്നെ ബുദ്ധി, അതായത് ജാതകന് പ്രസംഗചാതുര്യം, യോഗശാസ്ത്ര ജ്ഞാനം, ശൗര്യമുള്ള മുഖം ഒക്കെ ഈ രുദ്രയോഗത്തിൻ്റെ ഫലങ്ങളായിട്ട് നമുക്ക് പറയാം. അത് കഴിഞ്ഞ് വ്യാഴത്തിൻ്റെ യോഗം എന്ന് പറയുന്നത് ഇത് ഈ നേരത്തെ പറഞ്ഞതിൽ നിന്ന് തന്നെ ഈ ചൊവ്വയുടെ യോഗം കോൺരാശിയിലായാലില്ല. അതേ സമയത്ത് ബുധൻ്റെ യോഗം കോൺരാശി ലഗ്നമായാൽ മാത്രമേ വരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഇപ്പം വ്യാഴത്തിൻ്റെ യോഗം ഹംസയോഗം കോൺരാശിയിൽ രാശിയിലായാൽ ഉണ്ട്, പക്ഷേ സ്ഥിരരാശിയിലായാൽ ഇല്ല. ഈ ഹംസയോഗത്തിൽ ഉള്ള ആൾക്കാരുടെ ഇതായിട്ട് പറയുന്നത് ഉയർന്ന മൂക്കായിരിക്കും, സുന്ദരനായിരിക്കും, അധ്യാപകനായിരിക്കും, സൽക്കർമ്മി, ജ്ഞാനം സംഭരിക്കാനുള്ള കഴിവ്, രജോ ഗുണം. ഇതൊക്കെ വ്യാഴത്തിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള നല്ല ഭാവബലം ഉള്ള ആൾക്ക് കാണാവുന്ന യോഗങ്ങളായിട്ട് പറയും വ്യാഴത്തിൻ്റെ. അതേമാതിരി ശുക്രൻ്റെ യോഗം ശുക്രൻ്റെ ഇതും രാശി ഏത് ലഗ്നമായാലും ശുക്രൻ്റെ യോഗമുണ്ട്. അതാണ് മാളവ്യയോഗം. മാളവ്യയോഗത്തിൽ പറയുന്നത് സമ്പത്ത്, സൽഗുണം, സൽസന്താനം, സൽകളത്രം, വാഹനയോഗം, ആകർഷണീയമായ പെരുമാറ്റം. ഇതൊക്കെയും അദ്ദേഹത്തിൻ്റെ ശുക്രൻ്റെ ഈ മറ്റേ മാളവ്യ യോഗത്തിൽ നമുക്ക് പറയാറുണ്ട്. അത് കഴിഞ്ഞ് ഇനി ശനിയുടെ യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺരാശി ലഗ്നമായാലില്ല. അത് മാത്രമല്ല ശനിയുടെ യോഗത്തിന് പറയുന്നത് ശശയോഗം എന്ന് പറയുമ്പോൾ മാതൃഭക്തി, ചഞ്ചല സ്വഭാവം, ആ ഒരു ഇതാണ്. വിദേശബന്ധം, സേനാനായകത്വം. എന്തിനകത്തും ഈ ശശയോഗമുള്ള ആൾ സേനാനായകത്വം എന്ന് പറയുന്നത് എന്തിലും മുൻപന്തിയിൽ നിൽക്കാൻ എപ്പോഴും ഉണ്ടാവും. ഇതാണ് പഞ്ചമഹായോഗങ്ങൾ. ഇത് പൊതുവെയുള്ള ജാതകങ്ങളിൽ പലതിലും നോക്കിക്കഴിഞ്ഞാൽ സാധാരണ ആൾക്കാരിൽ ഏതെങ്കിലും 1, 2 പഞ്ചമഹായോഗങ്ങളിൽ പെട്ട യോഗങ്ങൾ ഓരോരുത്തർക്കും കാണാൻ പറ്റും. അതേപോലെ തന്നെ എന്നാൽ അതിനകത്ത് സ്വല്പം കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ പഞ്ചമഹായോഗങ്ങളിൽ നിന്ന് ഒന്നും കൂടി നമ്മൾ മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് ചില യോഗങ്ങൾ കുറേയും കൂടി ഇതിൽ പെടാത്ത യോഗങ്ങൾ വളരെ പ്രസക്തിയുള്ള യോഗങ്ങളുണ്ട്. അതിലൊന്നാണ് ഗജകേസരി യോഗം. ഗജകേസരി യോഗം എന്ന് പറയുന്നത്
ചന്ദ്രകേന്ദ്രത്തിൽ വ്യാഴം നിന്നാൽ ഗജകേസരി യോഗം എന്നാണ് പറയുന്നത്. ഈ വ്യാഴത്തിന് ബലമുണ്ടെങ്കിൽ ഇത് വളരെ അനുഭവയോഗ്യമാണ് താനും. അത് ഈ ഗജകേസരി യോഗം ഇതിൽ പറയുമ്പോൾ ഇതിനകത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാഗ്യം, സമ്പത്ത്, ഐശ്വര്യം, നേതൃഗുണം, സൽസ്വഭാവം, അങ്ങനെ എല്ലാ ദീർഘായുസ് എല്ലാ ഇതിനകത്തും ഗജകേസരി യോഗം പറയാം. അതേപോലെ തന്നെ അടുത്തുള്ള വേറൊരു യോഗം അത് കേമദ്രമ യോഗം. അതായത് ചന്ദ്രൻ്റെ 2ലും 12ലും ജാതകൻ്റെ ഇതിൽ രാശിയിൽ ലഗ്നത്തിൻ്റെ ചന്ദ്രൻ്റെ 2ലും 12ലും ഏതെങ്കിലും ഗ്രഹങ്ങളില്ലെങ്കിൽ അതിന് കേമദ്രുമ യോഗം എന്നാണ് പറയുന്നത്. ഈ കേമദ്രുമ യോഗം ഉള്ള ആൾക്കാർക്ക് എന്ന് പറയുന്നത് ദാരിദ്ര്യം, ദുഃഖം, കുടുംബസുഖമില്ലായ്മ ഇതൊക്കെ പറയാം. പക്ഷേ അതിന് കേമദ്രുമ യോഗ ഭംഗം എന്നൊരു അടുത്തൊരു ഇതും കൂടിയുണ്ട്. അതായത് ഈ കേമദ്രുമ യോഗത്തിൻ്റെ ഇതിൽ പറയുന്നത് ചന്ദ്രൻ്റെ കേന്ദ്രക്ഷേത്രത്തിൽ 1, 4, 7, 10 ഇതിൽ ഈ പഞ്ചമഹാഗ്രഹങ്ങൾ കുജൻ, ബുധൻ, ശുക്രൻ, വ്യാഴം, ശനി ഇതിൽ ഏതെങ്കിലും ഒന്ന് ചന്ദ്രൻ്റെ ലഗ്ന കേന്ദ്രത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ കേമദ്രുമ യോഗ ഭംഗം ഉണ്ട്. ആ ഒരു ഇതും കൂടി പറയാം. അടുത്തത് വേറെ ഒന്ന് ഇതേമാതിരി പ്രത്യേക യോഗം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പ്രബലമായിട്ട് കേട്ടുള്ളത് നീചഭംഗ രാജയോഗം. നീചഭംഗ രാജയോഗം എന്ന് പറയുന്നത് ഒരു ജാതകത്തിൽ ഒരു ഗ്രഹത്തിനെ നീചനാക്കി വയ്ക്കുന്ന ആ രാശിയുണ്ടല്ലോ, ആ രാശിയുടെ അധിപൻ ചന്ദ്രക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ആ രാശിയുടെ രാശാധിപൻ ചന്ദ്രക്ഷേത്രത്തിലോ ചന്ദ്രകേന്ദ്രത്തിലോ വരികയാണെന്നുണ്ടെങ്കിൽ നീചഭംഗ രാജയോഗം എന്നുള്ളത് ഇത് ഈ ചന്ദ്രബലം ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് അവർക്ക് അനുഭവിക്കാനുള്ള യോഗമുണ്ട്. അതായത് ഒരു ഉദാഹരണം പറയാം, നീചഭംഗ രാജയോഗത്തിന് ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ കർക്കിടകം രാശിയിൽ വ്യാഴം ഉച്ചനാണ്. ആ വ്യാഴം ഉച്ചനായിട്ട് നിൽക്കുന്ന കർക്കിടകത്തിൻ്റെ വ്യാഴത്തിൻ്റെ നീചരാശി എന്ന് പറയുന്നത് മകരമാണ്. മകരം ശനിയുടേതാണ്. അപ്പോൾ ഈ ശനി ചന്ദ്രൻ്റെ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ ചന്ദ്രൻ്റെ 1, 4, 7, 10 വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നീചഭംഗം വന്നു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നീചഭംഗ രാജയോഗം ഈ ജാതകന് അനുഭവയോഗിയാണ്. ഈ നീചഭംഗ രാജയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുവെ തന്നെ ചക്രവർത്തി പദവിയാണ്, ഉയർന്ന പദവി. എല്ലാവരിലും മറ്റെല്ലാ യോഗങ്ങളിലും ഏറ്റവും അധികം ഫലം കാണുന്നത് ഈ നീചഭംഗ രാജയോഗത്തിനാണ്. ഇനി അടുത്ത വേറൊരു യോഗം, ആ യോഗം എന്ന് പറയുന്നത് കാളസർപ്പയോഗമാണ്. കാളസർപ്പയോഗം എന്ന് പറയുന്നത് രാഹുവിൻ്റെയും കേതുവിൻ്റെയും നമ്മൾ പറയുമ്പോൾ ഒരു രാഹു ഇപ്പോൾ കന്നിയിലാണ് നിൽക്കണമെന്ന്, അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് 7ാം ഭാവത്തിലായിരിക്കും കേതു ഉണ്ടാകുന്നത്. അപ്പോൾ ഈ രാഹുവിൻ്റെയും കേതുവിൻ്റെയും ഇടയിൽ ബാക്കിയുള്ള ഈ ഗ്രഹനിലയിലെ ബാക്കിയുള്ള എല്ലാ ഗ്രഹങ്ങളും ഈ രാഹുവിൻ്റെയും കേതുവിൻ്റെയും ഇടയിലുള്ള ആ മറ്റുള്ള രാശികളിൽ വരികയാണെന്നുണ്ടെങ്കിൽ കാളസർപ്പയോഗം എന്നാണ് പറയുന്നത്. ഈ കാളസർപ്പയോഗം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്പായുസ്, കഷ്ടത, ദാരിദ്ര്യം, മേന്മയില്ലായ്മ ഇതൊക്കെയാണ് കാളസർപ്പയോഗത്തിന് പറയുന്നത്. അത് അതിനൊരു പരിഹാരമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത് എന്താ വെച്ചാൽ ഈ തിരുപ്പതിക്കടുത്ത് കാളഹസ്തി എന്ന് പറഞ്ഞ ക്ഷേത്രമുണ്ട്. അവിടെ പോയി നവഗ്രഹ പൂജ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കാളസർപ്പയോഗത്തിന് പരിഹാരമാവുമെന്നാണ് പലരും പറഞ്ഞിട്ടുള്ളതും അതിന് അനുഭവം സിദ്ധിച്ചിട്ടുള്ള ആൾക്കാർ പലരും പറയുന്നതും അതുതന്നെയാണ്. ഇതല്ലാതെ അടുത്ത വേറൊരു യോഗം ശകടയോഗമാണ്. ശകടയോഗം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ വ്യാഴത്തിൻ്റെ 6, 8, 12 രാശികളിൽ ചന്ദ്രൻ നിന്നാൽ ശകടയോഗം. ശകടയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശകടം പോലെ തന്നെ സൈക്കിളിൻ്റെ പോലെ അപ്സ് ആൻഡ് ഡൗൺസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് പറയുമ്പോൾ നമുക്ക് ഒരു സമയത്ത് ഇങ്ങനെ നമ്മൾ വെച്ചടി കയറ്റായിരിക്കും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമ്മളിങ്ങനെ അതിന് താഴ്ചയിലേക്ക് വരും. അപ്പോൾ അങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ശകടയോഗം എന്ന് പറയുന്നത്.
അപ്പോൾ ഇതൊക്കെയാണ് പൊതുവായിട്ടുള്ള ഈ പഞ്ചമഹായോഗങ്ങളും. അതല്ലാതെ വളരെ പ്രസിദ്ധമായിട്ടുള്ള പല നല്ല യോഗങ്ങളും ചീത്ത യോഗങ്ങളും എന്നാണ് എനിക്ക് ഇപ്പോൾ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. മനസ്സിലായി, സന്തോഷം. വളരെ നീണ്ട നിർവചനീയമായിരുന്നു. ഈ പറയുന്ന പഞ്ചമഹായോഗങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന സാധാരണ യോഗങ്ങൾ, അതിനകത്ത് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഈ പഞ്ചമഹായോഗങ്ങൾ നമ്മുടെ ലൈഫിലും വരണം, അല്ലെങ്കിൽ നമ്മുടെ ജാതകത്തിലും വരണമെന്നുള്ളത്. വളരെ ചുരുക്കം കുറച്ച് പേർക്ക് മാത്രമേ അതുണ്ടാകുള്ളൂ. അതിപ്പോൾ സാറ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ്, കാളഹസ്തിയിൽ പോയി ഈ പറയുന്ന പരിഹാരം ചെയ്യാൻ പറഞ്ഞല്ലോ, നമ്മുടെ കാളസർപ്പയോഗം. ഈ കാളസർപ്പയോഗം നിരവധി പേര് അനുഭവിക്കുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ പലരും പറഞ്ഞ് കാളസർപ്പയോഗം ഉണ്ടെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നവരുണ്ടാവാം. കേരളത്തിലുള്ളവർക്ക് ഈ പറഞ്ഞ തിരുപ്പതി പോകാതെ കേരളത്തിനകത്ത്, തിരുപ്പതി പോകുന്നവർ പൊക്കോട്ടെ, പക്ഷേ അങ്ങനെ പോകാൻ കഴിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ സമൂഹത്തിൽ. കേരളത്തിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഏത് അമ്പലമായിരിക്കും ഉണ്ടാവുക? പൊതുവെ ഇത് തിരുപ്പതി ഈ കാളഹസ്തി യോഗം പറയുന്നുണ്ടെങ്കിൽ തന്നെ ഇതെന്ന് പറയുമ്പോൾ രാഹുവിൻ്റെയും കേതുവിൻ്റെയും ആയിട്ടുള്ള ഒരു ദോഷമാണ് ഇതിനകത്ത് പറയുന്നത്. അതിപ്പോൾ നമ്മൾ കുറേയും കൂടി നമ്മളെ അടുത്തേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഏതൊരു നവഗ്രഹ ക്ഷേത്രത്തിലും പോയി കഴിഞ്ഞ് നവഗ്രഹങ്ങൾക്ക് പ്രീതി വരുത്തി കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു പരിഹാരമാണ് ഒരു പരിധി വരെ. അതായത് അവിടെ പോയി എള്ളുകേരി കത്തിക്കുക, പ്രാർത്ഥിക്കുക, നവഗ്രഹ സ്തോത്രം ദിവസം ചൊല്ലുക, അങ്ങനത്തെ നമ്മൾ ഇതെല്ലാം പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ സ്വയം ചെയ്യേണ്ട കാര്യങ്ങൾ സ്വയമായിട്ട് ചെയ്യുമ്പോൾ, പ്രാർത്ഥനയായാലും വഴിപാടായാലും നമ്മൾ നേരിട്ട് പോയി ക്ഷേത്രത്തിൽ പോയി നടത്തുക. അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതും ഒരു പരിഹാരം തന്നെ. നമ്മൾ നേരിട്ട് കാളഹസ്തി പോയില്ലെങ്കിലും ഇതും നമുക്ക് നോക്കാവുന്നതാണ്. പല കേന്ദ്രങ്ങളിലും അത് പ്രാവർത്തികമാണ്. സന്തോഷം. ഈ എല്ലാവരുടെയും ജാതകത്തിൽ പഞ്ചമഹായോഗങ്ങൾ വരട്ടെ. എല്ലാവരും നന്നായിരിക്കട്ടെ. സന്തോഷം. നന്ദി. നമസ്കാരം. വളരെ സന്തോഷം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.